ഹരേ കൃഷ്ണ. പലപ്പോഴും പല ആളുകളും ചോദിക്കുന്നതാണ് നാമജപത്തിന്റെ ശക്തി എന്താണ് എന്നുള്ളത്. സന്ധ്യാനാമം വിളക്കത്തിച്ച് വെച്ചതിന് ശേഷം നാമം ജപിക്കുന്നു, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷം നമ്മൾ വിളക്കത്തിച്ച് നാമം ജപിക്കുന്നു. ഈ നാമജപം കൊണ്ട് എന്താണ്, വെറുതെ സമയം കളയല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരുടെ അറിവിലേക്കായിട്ട് ഒരു കാര്യം പറയാം. നമ്മള് ജന്മജന്മാന്തരങ്ങളായിട്ട് ആത്മാവ് പല ശരീരങ്ങളും സ്വീകരിച്ച് ജനിച്ച് മരിച്ച് ജനന മരണ ചക്രത്തിലൂടെ കടന്നാണ് വരുന്നത്. അപ്പം ഏതെങ്കിലുമൊക്കെ ജന്മത്തില് നമ്മള് കുറെ പാപങ്ങളും തെറ്റുകളും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ കർമ്മഫലങ്ങള് നമ്മുടെ വരുന്ന ജന്മങ്ങളില്, അതാത് ജന്മങ്ങളിൽ അനുഭവിച്ച് തീരാത്ത കർമ്മഫലങ്ങള് വരുന്ന ജന്മങ്ങളിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള കർമ്മഫലങ്ങള് പലപ്പോഴും അസുഖങ്ങളായിട്ടും രോഗങ്ങളായിട്ടുമാണ് നമ്മളിലേക്ക് വരിക. അത് വയറുവേദനയായിട്ടും തലവേദനയായിട്ടും മാറാരോഗങ്ങളായിട്ടും വ്യാധികളായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത്തരത്തില് ആ വേദന ചിലത് പെട്ടെന്ന് വന്നിട്ട് പോകുന്ന വേദനകളായിട്ട് വരും. ചിലത് നമ്മളെ നിരന്തരം മരണത്തിലേക്ക് വരെ തള്ളിവിടുന്ന രീതിയില് ഇഞ്ചിഞ്ചായി മനുഷ്യനെ കൊല്ലുന്ന രീതിയിലുള്ള അസുഖങ്ങളായിട്ട് വന്ന് ഭവിക്കുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള മുജ്ജന്മ കർമ്മഫലങ്ങള് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയി നമ്മള് രോഗവിമുക്തരാകാനും അല്ലെങ്കിൽ നമുക്ക് ശാന്തതയും സ്വസ്ഥതയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനും വേണ്ടിയിട്ട് നമ്മള് നാമജപം ഒരു ശീലമാക്കുക. നാമം ജപിക്കുന്നതിലൂടെ ഭഗവാൻ കൃഷ്ണന്റെ നാമം കിട്ടുന്ന സമയത്തെല്ലാം ജപിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്നും വേണ്ട, നാരായണ 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 മാത്രം ജപിക്കുക. അല്ലെങ്കിൽ പറ്റുന്നവര് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. അത് ഒരു ദിവസം എത്ര ആവർത്തി നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുന്നു അത്രയും ആവർത്തി നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ മുജ്ജന്മങ്ങളിലെ സകലമാന പാപങ്ങളും കർമ്മഫലങ്ങളും നിങ്ങൾക്ക് അസുഖങ്ങളായിട്ട് വരാനിരിക്കുന്നതും ആപത്തായിട്ട് വരാനിരിക്കുന്നതും എല്ലാം നിങ്ങളിൽ നിന്ന് അകന്നു പോകും. അപ്പൊ ഈ ജന്മത്തില് ഭഗവാൻ കൃഷ്ണനിലേക്ക് അടുത്ത് നിൽക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു പരിധി വരെയൊക്കെ നമ്മൾ കൃഷ്ണനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്നത് തന്നെ ഒരു പുണ്യമാണെന്ന് വിശ്വസിക്കുക. സമയം നല്ലതാകുന്നവർക്ക് മാത്രമാണ് ഭഗവത് ജ്ഞാനം ലഭിക്കുക എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. എല്ലാവരും ശ്രമിച്ചു നോക്കുക കേട്ടോ. ഹരേ കൃഷ്ണ.